ഡാഡി എന്തൊരു കുഞ്ഞുമോളെ. ഡാഡി ഇവിടെ മൊത്തം പ്രോബ്ലംസ് ആണ്. അതല്ലേ ഈ പുല്ലെല്ലാം കൂടെ പൂട്ടി കിട്ടിയിട്ട് നമ്മുടെ ഫാമിലി ബിസിനസ് തന്നെ നോക്കാൻ ഡാഡി പറയണത്. നമ്മളെവിടെ പറഞ്ഞു നിർത്തി? നമ്മൾ ഇവിടെ തുടങ്ങിയില്ലല്ലോ. വാട്ട്സ് യുവർ നെയിം? നിന്റെ പേരെന്തരാണെന്ന്? നിഖിൽ. 60 ഗ്രാമേ വരുള്ളൂ. എക്സ്പീരിയൻസ് പോരല്ലേ ഡാഡി, നമ്മുടെ ടീം കഷ്ടപ്പെട്ട് ലീഡിനെ വിളിച്ച് മീറ്റിംഗ് സെറ്റ് ആക്കിയിട്ട് നമ്മൾ അവിടെ എത്തുന്നതിന് മുന്നേ മറ്റേ മനോഹരം ആഡ് ഫിലിംസ് ഇല്ലേ, അവരവിടെ കൃത്യമായിട്ട് ലാൻഡ് ചെയ്ത് പിച്ച് ചെയ്ത് റേറ്റ് കട്ട് ചെയ്ത് കൊണ്ടുപോയി. അതെങ്ങനെ അവന്മാരറിയണത്? ഇനി നീ പണിക്കെടുത്തതിൽ വല്ല സ്പൈയും ഉണ്ടാ? എനിക്ക് ഇവിടെ ഉള്ള ഒരുത്തന്മാരെയും വിശ്വാസമില്ല. അതല്ലേ ഞാൻ ഒരുത്തനെ മൈൻഡ് ചെയ്യാത്തത്. സാർ, എനിക്ക് വയ്യ നിങ്ങളുടെ ആ ഫിനാൻസ് കമ്പനിയൊക്കെ നോക്കി നടത്താൻ. എനിക്കാണെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ട് കുഞ്ഞുമോളെ, നീ നിന്റെ ക്രിയേറ്ററിന്റെ കാര്യം കൂടെ ഓർക്കണം. പിന്നെ സാർ, കുഞ്ഞുമോളെ ഇങ്ങനെ ഇവിടെ കിടന്ന് പെടാപ്പാട് വിടുമ്പോ ഡാഡി എങ്ങനെ സഹിക്കും? ഡാഡി പ്ലീസ്, ഞാൻ ഒരു 6 മാസത്തെ സമയം കൂടെ തരും. എന്നിട്ടും ഈ പ്രസ്ഥാനം പച്ച പിടിച്ചില്ലേ? നീ എന്താ കാണിക്കണം? കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. മോളെ നോക്കരുത്, നോക്കരുത്, കണ്ണട കണ്ണട. എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ ഞാനും പൊട്ടും, താനും പൊട്ടും, എവളും പൊട്ടും. ഈ ഓഫീസ് അടപടലം ഞാൻ പൊട്ടിച്ചിരിക്കും. എന്നാ പൊട്ടിക്കട ഒന്ന് കാണണമല്ലോ. മോളെ, അവന്റെ ആ തീക്ഷ്ണമായ കണ്ണ് കണ്ടാലേ അറിയാം അവൻ പൊട്ടിക്കും പറഞ്ഞാൽ പൊട്ടിക്കും. പൊട്ടി എന്നാ പൊട്ടിക്കടാ. മിണ്ടായിരുന്നു മോളെ. ഡാഡി മിണ്ടാതിരിക്കുക. ചോണാണ് നീ പൊട്ടിക്കടാ. അത്രക്കായ എനിക്ക് ചാവാൻ ഒരു മടിയില്ല. ഈ ഉണക്കെ ആടേച്ച് ഞാൻ പപ്പടം പൊടിക്കുന്നവള് പൊടിക്കും. ഞാൻ 5 വരെയുണ്ട്. നീ കുറെ ഉണ്ടാക്കും. ഒന്ന് പോടാ. 1 2 3 4. നീ തന്നെ നമ്മുടെ പുതിയ കണ്ടന്റ് ക്രിയേറ്റർ. ഡാഡി ബോഡി, യു ആർ അപ്പോയിന്റഡ് മോനെ, യു ആർ അപ്പോയിന്റഡ്. താങ്ക്സ് സാർ, താങ്ക് യു മാഡം. ഡാഡി എന്ത് പരിപാടിയാണ് കാണിച്ചത്? അവന് വേണ്ടത്ര എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഇല്ലെന്ന് ഡാഡി കണ്ടതല്ലേ? ഇപ്പൊ അതാണല്ലോ പ്രധാനം. എന്തായാലും 6 മാസം കഴിഞ്ഞ് ഈ ആഫീസ് പൂട്ടും. ഇല്ല ഡാഡി, 6 മാസത്തിന് മുമ്പ് തന്നെ ഞാനൊരു വലിയ പ്രോജക്റ്റ് ചെയ്തിട്ട് ഡാഡിയെ പ്രൂവ് ചെയ്യും. നിനക്കിത് തുടങ്ങി തന്ന കാലം തൊട്ട് നീ ഇത് തന്നെയല്ലേ പറയണത്? എന്നിട്ട് വല്ലതും നടന്ന ബോംബ് വരെ ആകർഷണം കൊണ്ട് തള്ളിക്കയറി വരണ സമയമാണത്. കുഞ്ഞുമോളെ, നീ കുഞ്ഞാണ്. ഡാഡിയാണ് കുഞ്ഞ്. ഒരു AC റിമോട്ട് കണ്ടാ പോലും തിരിച്ചറിയാത്ത കുഞ്ഞ് വാവ ഡാഡി. അല്ല, അപ്പൊ പിന്നെ ബോംബ? പ്യുവർ ഉടായിപ്പ്. അഴുക്ക ചെറുക്കൈ. അവൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്. വേണ്ട, എന്റെ മൂക്കിൻ തുമ്പത്തൊന്നും ഇത്ര ഷോ ഇറക്കിയതല്ലേ. ഉണക്ക ആഡ് ഏജൻസി ആണെന്നത്ര. എനിക്ക് അവനെ ഇവിടെ കിട്ടണം, എന്റെ കാൽ കീഴിൽ. നമ്മള് പറഞ്ഞു വിടണ്ട, അവൻ തനിയെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കോളൂ. അങ്ങനെ തന്നെ വേണം. ഇപ്പഴാടി നീ എന്റെ മോളായത്. മണ്ടൻ മണ്ടൻ, ഭൂലോക ഇകലോക മണ്ടൻ. നീ എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ മണ്ടയിലൊന്നും ഇല്ലാത്തതിനെ മണ്ടൻ എന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കണ്ടേ? നിന്റെ ഡാഡി എന്നെ എടുത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. ബാക്കപ്പ് ആയിട്ടൊരു ബോംബ്. ജോലി കിട്ടിയ പിന്നെ എല്ലാ പ്രശ്നം കഴിഞ്ഞോ? നിനക്ക് എന്നെ കെട്ടിലിട മണ്ട. നീ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് വല്ലതും ഡാഡി അറിഞ്ഞ? അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ശരിക്കും ഒരു ബോംബായിട്ട് ഒരു വരവുണ്ട്. നീ അല്ല മണ്ടൻ, നിന്നെ പ്രേമിച്ച് ഞാനാണ് മണ്ടൻ. മണ്ടൻ എന്നുള്ള പുല്ലിംഗ മണ്ടി അസ്ത്രീലിംഗം. മിസ്റ്റർ മണ്ടൻ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എങ്ങനെയെങ്കിലും ഈ കമ്പനി ഒന്ന് പച്ച പിടിച്ചില്ലെങ്കിൽ ഡാഡി ബിസിനസ്സും പൂട്ടും, എന്നെയും പൂട്ടും. അതുകൊണ്ട് മര്യാദയ്ക്ക് വർക്ക് ചെയ്ത് ഇതൊന്ന് രക്ഷപ്പെടുത്തി ഡാഡിയെ ഇംപ്രസ് ചെയ്യണം. പിന്നെ ഡാഡി എല്ലാം സമ്മതിച്ചോളൂ. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ചുമ്മാ പറഞ്ഞാ പോരാ, ചെയ്ത് കാണിക്കണം. എനിക്ക് വേണ്ടത് റിസൾട്ട് ആണ്. ഇതൊക്കെ എടുത്തിട്ട് ക്യാബിലോട്ട് വാ ഇമ്മീഡിയറ്റ്ലി. 2 മിനിറ്റിനുള്ളിൽ വന്നിരിക്കണം. അവൾക്ക് എന്തൊരു ജാടയല്ലേ. ഞാൻ പിങ്കി, സെയിൽസ്. നിഖിലേന്റെ ബോംബ് കഥയൊക്കെ ഞാൻ അറിഞ്ഞു. പേടിക്കണ്ട, എനിക്കിഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഇതുപോലെ ഒരു ബൂർഷ കമ്പനിയിൽ കുറച്ച് റിവോൾട്ടും റെവല്യൂഷനും ഉടായ്പ പരിപാടികളൊക്കെ നല്ലയാ. ഐ എം ഇംപ്രസ്ഡ്. നിഖിലേട്ടൻ എന്നോട് ഡേറ്റിംഗ് വരുന്നുണ്ടോ? നിഖിലേട്ടാ, നിഖിലേട്ട എന്തോ ഒന്നും പറയാത്തെ? നിഖിലേട്ടാ വരുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചുട്ടപ്പ പേടിക്കാതെ. ഇതൊക്കെ എന്റെ ഒരു ആക്ടിങ് അല്ലേ? ഞാൻ നിന്നെ പിടിച്ച് കൊടന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ വിചാരിക്കും നീ ഇന്നും ലേറ്റ് ആണെന്നില്ല ഞാൻ നിന്നൊന്നും ചെയ്തില്ല. സൗണ്ട് പ്രൂഫ് ആയിരുന്നല്ലേ? പേടിച്ചു പറയടാ. സൗണ്ട് പ്രൂഫ് ആയിരുന്നല്ലേ? അതെ. അവളെ ഇന്നത്തെ അവൻ തന്നെ. നിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ തോന്നുന്നു, ഉമ്മ തരാനൊക്കെ തോന്നുന്നു. താങ്ക് യു. ഐ ലവ് യു. I love you too,
എൻ്റെ മോളെടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇതാണോ നോക്കുന്നേ? ഇത് ഞാൻ എടുത്തയാ. ഇതിലാ ശാരദ ട്യൂട്ടോറിയൽ കോളേജിന് വേണ്ടി എഴുതിയ അഡ്വർടൈസ്മെന്റ്. നൈസ് ആയിട്ടുണ്ട്. ഐ എം ഇംപ്രസ്ഡ്. നൈസ് ഷർട്ട്. ഐ എം ഇംപ്രസ്ഡ്. നൈസ് ഹെയർ സ്റ്റൈൽ. ഐ എം ഇംപ്രസ്ഡ്. നൈസ് കണ്ണാടി. ഐ എം ഇംപ്രസ്ഡ്. നൈസ് തുമ്മൽ. ഐ എം ഇംപ്രസ്ഡ്. കണ്ട് കണ്ട് എനിക്ക് വയ്യ. നിഖിലേ, നീ എന്റെ നിർത്തിക്കോ. ഞാൻ ചെയ്തിട്ടാ നിനക്ക് പറ്റി അവളെ പറഞ്ഞു. അവളെ മാത്രമല്ല എല്ലാത്തിനും ഞാൻ പറഞ്ഞോടും. ശരിയാ ഡാഡി പറഞ്ഞേക്കാം. ഇവിടെ ഒരു സ്പൈ ഉണ്ട്. ഞാൻ വന്ന ഉടനെ തന്നെ ഈ പേന താഴെ പോയത് നന്നായി. ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും രണ്ടിനെയും കുത്തി മലർത്തും ഞാൻ. നിർത്തിക്കോ, എല്ലാം നിർത്തിക്കോ. ഇന്നത്തോടെ ഈ ഓഫീസ് കെട്ടി പൂട്ടാൻ പോകുന്നതാണ് ഞാൻ. ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇവിടെ നടക്കുന്ന കണ്ടന്റ് ക്രിയേഷൻ എന്തിനാണെന്നുള്ളത്. ഡാഡി, ആരുടെ നിന്റെ ഡാഡി? നിന്നെ താഴത്തും തറയിലും വെക്കാതെ താലോടിച്ച് താരോട്ടിയാണ് നാടകം നടത്തിയത്. എന്നിട്ട് നീ നിന്റെ ഈ കാമുകനും കൂടെ എന്നെ ഒരു ഫൂളാക്കി. വെറും ഫൂളല്ല, ബ്ലഡി ഫൂൾ. ഡാഡി ഇത്ര പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ നോക്ക്. അയ്യോ, ചേരി നീ ഒരു പെരിങ്കള്ളി, ഒരു പെരിങ്കള്ളൻ, രണ്ടും ചേരി. വാടി മാമ, ഞാൻ പറയുന്നു. ആരാണ് നിന്റെ മാമൻ? മിണ്ടി എന്തിനെ ഇടിച്ച് റൊട്ടിയാക്കി കളയും. പിന്നെ ഇയാളെ കുറെ ഇടിക്കും. പോടാ കള്ളൻ, കള്ളൻ, പെരിങ്കള്ളൻ, പോടാ കള്ളൻ, 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 കള്ളൻ. ശരിക്കും താനല്ലോടോ കള്ളൻ. നിഖില അതിന് ഡാഡിയാണ്. ഡാഡിയാണ് ഇത്ര ഡാഡി. കുറച്ചും കൂടെ തെളിവുകൾ കിട്ടിയിട്ട് പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവൂല. ഷെറിനെ, നിനക്ക് വരുന്ന ഹൈ പ്രൊഫൈൽ ക്ലയൻസ് ഒക്കെ പറഞ്ഞ് തിരിച്ചുവിടുന്ന ആരെന്നറിയോ? നിന്റെ ഈ ഡാഡി. ഈ കള്ളപ്പെടേണ്ട മെഡിയാതായി പോകണത് പിള്ള. എന്തൊരു വേദന. ഷെറിനെ, ഞാൻ പറഞ്ഞാണ് സത്യം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. തെളിവ് വേണം, തെളിവ്. തെളിവെടാ, തെളിവെടു. തെളിവ് എവിടെ? തെളിവ് എവിടെ? നിഖിലേട്ട് നമ്മളെ കെട്ടുപോകും. എനിക്ക് തെളിയിക്കാനാവോ? കുഞ്ഞുമോടി തണ്ടിയെ വിശ്വസിക്കുന്നു. എന്റെ ഡാഡി അങ്ങനെ ചെയ്യുമോ? നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലെ ബോംബ് ഇൻസിഡന്റ് നീ ആരോടെങ്കിലും പറഞ്ഞു? ഇല്ല, പുറത്തോടാണ് അവന്റെ കാര്യമില്ലല്ലോ. ഞാനും പറഞ്ഞിട്ടില്ല. പിന്നെ പിങ്കി എങ്ങനെ അറിഞ്ഞു? ഞാനും നീയും അല്ലെങ്കിൽ പിന്നെ ഇയാള് പറഞ്ഞല്ലേ ഇവിടെ അറിയുള്ളൂ. ഇവിടെ ആരോടും ഒരു താല്പര്യമോ അടുപ്പമോ കാണിക്കാതെ ഫുൾ ടൈം ആക്റ്റീവ് നടക്കുന്ന ഇയാളും എവളും തമ്മിൽ എന്താ ബന്ധം? ഞങ്ങൾ തമ്മിൽ ലവ്. അയ്യടാ, അത് പുളു. അല്ല, സത്യം നിഖിലേട്ടാ. അല്ല, പുളുവാണെന്ന് പറഞ്ഞത് സത്യം. പിന്നെ ഇവൾ അന്ന് പറഞ്ഞ ഡയലോഗ്. അല്ലെങ്കിലും ഇതുപോലെ ഒരു ബൂർഷ കമ്പനിയിൽ കുറച്ച് റിവോൾട്ടും റെവല്യൂഷനും ഉടായ്പ പരിപാടികളൊക്കെ നല്ലയാ. യെസ്, നൗ എവറിത്തിങ് ഈസ് കണക്റ്റഡ്. യുവർ ഡാഡ് ഈസ് ദ വില്ലൻ. ഇയാൾക്ക് സെയിൽസ് റിപ്പോർട്ട് ചോർത്തി കൊടുത്തത് ദേ അവള്. ഹൗ, നിഖിലേട്ടൻ ഒരു സൂപ്പർ ഹീറോ തന്നെ. ഐ എം ഇംപ്രസ്ഡ്. നിഖിലേട്ടൻ പറഞ്ഞതാണ് സത്യം. ഡാഡി എങ്ങനെ ചെയ്യാൻ തോന്നി എന്നോടിത്? കുഞ്ഞുമോളെ ഡാഡി ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാണ്. നീ ഇവിടെ കിടന്നിങ്ങനെ ഓടുമ്പോഴും സമയത്ത് ആഹാരം കഴിക്കാതെ ടെൻഷൻ അടിച്ചിരിക്കണത് കണ്ടിട്ട് ഡാഡിക്ക് സഹിക്കാൻ പറ്റിയില്ല. കുഞ്ഞുമോളെ, നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഒരു പണിയും ചെയ്യാതെ ടി വിയും കണ്ട് റീലൊക്കെ സ്ക്രോൾ ചെയ്ത് സുഖമായിട്ടിരിക്കണം. ഡാഡിക്ക് അതാണ് ഇഷ്ടം. അമ്പടെ കളവാ, അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ? ഇനി എത്ര സ്നേഹാണെന്ന് പറഞ്ഞാലും അതിന്റെ പേരിൽ ഇവളുടെ സ്വപ്നവും ഇഷ്ടങ്ങളും ഒക്കെ തടസ്സപ്പെടുത്തുന്നത് അത്ര നല്ല പരിപാടിയല്ല. തന്റെ മോള് ഇഷ്ടമില്ലാത്ത ജീവിതം കഷ്ടപ്പെട്ട് ജീവിക്കണോ, അതോ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടമുള്ള ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കണോ? നിഖിലേട്ടാ, എങ്ങനെയുണ്ട് എന്റെ ഇഷ്ടാപ്രാസം? സോറി കുഞ്ഞുമോളെ, ഞാൻ മിണ്ടൂല. ഇനി ഡാഡി ഒരു പ്രശ്നം ഉണ്ടാക്കൂല. കുഞ്ഞുമോക്ക് എന്താണ് ഇഷ്ടം അതുപോലെ ചെയ്തു. അപ്പൊ ഇവിടെ കല്യാണക്കാര്യം? അത് ഓക്കെ.